ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ഇനി ജസ്റ്റ് ഹാഫ് ആൻ അവർ ഉള്ളൂ. സോ ഞാനിന്ന് കാണുന്ന 24,900 ക്രോസ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. സോ മാർക്കറ്റിൽ നിന്ന് വളരെ നന്നായിട്ടാണ് ക്ലോസിങ് തന്നത്. വേറെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ചാണ്. ഈ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിക്ക് അവർ they emerge as the lowest bidder in the commercial bids for the construction of 8 next generation corvettes for the Indian Navy. അപ്പോൾ GRC അതിൻ്റെ അകത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ വി ആർ ഗെറ്റിംഗ് എ സംവെയർ അറൗണ്ട് 25,000 crores എസ്റ്റിമേറ്റഡ് വാല്യൂവിൻ്റെ കോൺട്രാക്ട് അവാർഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു ഗുഡ് ന്യൂസാണ്. അതുപോലെ തന്നെ ഒരു ബാഡ് ന്യൂസ് GRCക്ക് വന്നതെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ഗവൺമെൻറ്റും ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മോശമായ സമയത്ത് എന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരു കോൺട്രാക്ട് കൊടുത്തിരുന്നു GRCക്ക് പണ്ട് 21 മില്യൺ USD 21 മില്യൻ്റെ. അതെന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ഓഷ്യൻ ഗോയിങ് ടഗിൻ്റെ ആയിരുന്നു. ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ബംഗ്ലാദേശ് ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു. അതൊരു ബാഡ് ന്യൂസാണ്. പിന്നെ ഈ ഗാർഡൻ റിച്ച് ഷിപ്പ് ഗാർഡൻ റിച്ച് ഞാൻ പറഞ്ഞത് KNR കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഹൈവേസ്, നാഷണൽ ഹൈവേസ്, ഇറിഗേഷൻ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആന്ധ്ര ബേസ് കമ്പനിയാണ്. ഈ KNR കൺസ്ട്രക്ഷനെ കുറിച്ച് പറയാനുള്ള കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിലെ ഈ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ കാരേജ് വേസും മെയിൻ കാരേജ് വേസും സർവീസ് റോഡ്സും ഇതൊക്കെ കേരളത്തിലെ നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്യുന്ന മെജോറിറ്റി ഓഫ് ദി ഹൈവേ ചെയ്തിരിക്കുന്ന KNR കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ്. ഇവർക്ക് ഗവൺമെൻറ് 15 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് റെസ്പോണ്ട് ചെയ്യാൻ. എന്താ കാരണം, ഇത് ഫെയിലാണുള്ള കാരണം, എന്തുകൊണ്ടാണ് റോഡ് പൊട്ടി വീണത്, അല്ലെങ്കിൽ ഈ ഹൈവേ തകർന്നു വീണത്. ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇത് തകർന്നു വീണ ഒരു ഇതാണ്. ഇവരൊക്കെ എന്ത് എഞ്ചിനീയറിങ് കമ്പനിയാണെന്ന് നമുക്കറിയില്ല. ഗവൺമെൻറ് പറയുന്നത് വെച്ചാൽ അവർക്ക് ഗിവ് എ സസ്പെൻഷൻ ഫോർ ബിഡിങ്, 1 മാസത്തേക്ക് ഇനി ബിഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലുള്ളൊരു കമ്പനിക്കെല്ലാം ഗവൺമെൻറ് ഹ്യൂജ് ഫൈന് കൊടുക്കണ്ടേ. കാരണം വെച്ചാൽ ഈ കോടിക്കണക്കിന് വരുന്ന ടാക്സ് പേഴ്സിന് മണി എടുത്തിട്ട് ഇവർ ചെയ്ത വർക്ക് ഉണ്ട്. ഇതുമാതിരിയുള്ള വർക്ക് ചെയ്ത കമ്പനീസിനൊക്കെ ഡീലിസ്റ്റ് ചെയ്തിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താണല്ലോ. ആ കമ്പനിക്കൊന്നും വർക്ക് കൊടുക്കാനേ പാടില്ല. മാത്രമല്ല ഇത് എത്ര ഡേഞ്ചറസ് ആണ്. ഇവരൊരു ബ്രിഡ്ജെല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ട് എന്ത് ഗ്യാരണ്ടി ഉള്ള ആൾക്കാർക്ക് അതിന് നമ്മൾ ട്രാവൽ ചെയ്യാനൊക്കെ. മോസ്റ്റ് ഓഫ് ദി ഫ്ലൈ ഓവേഴ്സ്, ഹൈവേയിലൊക്കെ എത്ര ഫ്ലൈ ഓവേഴ്സ് ഉണ്ട്. ഇവരിപ്പോൾ പറയുന്നത് IITയിലെ എഞ്ചിനീയേഴ്സ് വന്നിട്ട് നോക്കണം. അപ്പോൾ ഇതൊന്നും ആദ്യമൊന്നും എഞ്ചിനീയേഴ്സ് നോക്കിയില്ലേ. ഈ IIT എഞ്ചിനീയറും NITയിലെ എഞ്ചിനീയറൊന്നും ഇതൊന്നും ആരും ഇത് അന്വേഷിക്കും. എഞ്ചിനീയേഴ്സൊന്നും എക്സ്പേർട്സൊന്നും അതിന് സർവേ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇവർക്ക് എത്രയോ കൊല്ലം എക്സ്പേർട്ടൈസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇവരൊക്കെ അമേരിക്കയിലുള്ള ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് നോക്കണ്ടെന്ന് പറയുന്നത്. കാരണം അതൊക്കെ സാൻ ഫ്രാൻസിസ്കോ ബേയിൽ എഞ്ചിനീയറിങ് മാർവൽസ് ആണ് അതൊക്കെ ഉണ്ടായിരുന്നത്. ഈവൺ ഈ ട്വിൻ ടവർ പോലും അത് ഈ ഇത്ര വലിയൊരു ഹ്യൂജ് പ്ലെയിന് വന്ന് സ്ട്രൈക്ക് ചെയ്തത് മാത്രം അത് തകർന്നു പോയത്, അല്ലെങ്കിൽ അത് തകരില്ല എന്നായിരുന്നു പറയുന്നത്. കാരണം വെച്ചാൽ ഈവൺ ഫയർ പോലും അത് ഈ ബിൽഡിംഗ് 1 മണിക്കൂർ ഫയറിൽ കത്തിക്കാനും ബിൽഡിങ് 1 മണിക്കൂർ വരെ പിടിച്ചേക്കും പോലും അതിനൊരു പ്രത്യേക കോട്ടിംഗ് ബിൽഡിങ്ങിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അത്രമാത്രം അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ ആയിരുന്നു അതുപോലത്തെ ബിൽഡിങ്സൊക്കെ. സോ എനിവേ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് ഇസ് ഫാർ ബിഹൈൻഡ്. നമ്മൾ പല കാര്യങ്ങളിലും സയൻസിലൊക്കെ വളരെ ഫാർ ബിഹൈൻഡായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ KNR കൺസ്ട്രക്ഷൻ്റെ സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഇന്ന് സ്റ്റോക്ക് KNR കൺസ്ട്രക്ഷൻ്റെ ഡൗൺ ആണ്. ഇപ്പോൾ 225 റുപ്യാണ് KNR കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് CMP. അതിൽ ഹൈ പോയത് 415 റുപ്യാണ്. അതിന് ഇബിറ്റ് നല്ല പ്രോഫിറ്റ് കാണിക്കുന്ന കമ്പനി. കഴിഞ്ഞാലും നല്ല ഗവൺമെൻറ് എടുക്കാൻ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് കമ്പനി. 1050 കോടി റുപ്യേൻ്റെ പ്രോഫിറ്റ് മുകളിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് P5X വരുന്നുള്ളൂ. മാർക്കറ്റ് ക്യാപ്പ് 6333. ഒരു ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ് ഇത് മിക്കവാറും ഈ കമ്പനി. സോ ഇൻഡസ്ട്രി PE വളരെ കമ്പനീസ് ഈ സ്റ്റോക്ക് വളരെ ചീപ്പറായിട്ട് തോന്നുന്നു. സെയിൽസ് ഗ്രോത്ത് 15% സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഈ കമ്പനി. സോ ഫ്രീ ക്യാഷ് ഫ്ലോ എല്ലാം കാണിക്കുന്നുണ്ട് ഈ കമ്പനി. പക്ഷേ അഗെയിൻ കോമ്പിറ്റൻസി ഇല്ലാത്ത കമ്പനികളാണ് ഇതൊക്കെ, ഈ കമ്പനികളൊക്കെ. അതുപോലെ പിന്നെ വേറൊരു കമ്പനി നല്ല റിസൾട്ട് വന്ന യുണൈറ്റഡ് സ്പിരിറ്റ് ആണ്. യുണൈറ്റഡ് സ്പിരിറ്റ് ഓൾമോസ്റ്റ് 9% ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മളെ ആൾക്കാർ ഈ ലിക്കർ സെയിൽസ് വളരെ കൂടുന്നുണ്ട്. 3031 കോടിൻ്റെ അതിൻ്റെ റവന്യൂ വന്നിട്ടുണ്ട് ഇയർ ഓൺ ഇയർ. സോ ഇറ്റ്സ് എ ഗുഡ് പെർഫോമൻസ് യുണൈറ്റഡ് സ്പിരിറ്റ്. സോ ലെറ്റ് us see what is the market now. ഇപ്പോൾ ചെയ്യുന്നത് നിഫ്റ്റി ഓൾമോസ്റ്റ് 229 പോയിൻ്റ് അപ്പിലാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് 413 പോയിൻ്റ് അപ്പിലാണ് കാണുന്നത്. So anyway, we'll see the market. Thank you for viewing my channel. Please do subscribe my channel. Have a nice day.